നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. 1001 രാത്രിയിലെ 28ാമത്തെ കഥയാണ് ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. ആ ക്ഷുരകന് തൻ്റെ സഹോദരന്മാരെ കുറിച്ച് പറയാനുള്ള കഥകളാണല്ലോ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. അതിൽ ഒന്നാമത്തെ സഹോദരനെ കുറിച്ച് ക്ഷുരകൻ എന്ത് കഥയായിരുന്നു പറഞ്ഞിരുന്നതെന്ന് നിങ്ങൾ കേട്ടല്ലോ. ഇനി രണ്ടാമത്തെ സഹോദരനെ കുറിച്ച് അയാൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേട്ടാലോ. കഥ രണ്ടാമത്തെ സഹോദരൻ അൽ ഹദാറിൻ്റെ കഥ. തൻ്റെ രണ്ടാമത്തെ സഹോദരനെ കുറിച്ച് ക്ഷുരകൻ ഇങ്ങനെ കഥ പറയാൻ ആരംഭിച്ചു. എൻ്റെ സഹോദരന്മാരിൽ രണ്ടാമൻ അൽ ഹദാർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഒട്ടകത്തെ പോലെ അവൻ എപ്പോഴും അമറിക്കൊണ്ടിരിക്കുന്നതിലാണ് അങ്ങനെ ഒരു പേരുണ്ടായത്. അയാളുടെ വായിൽ പല്ലുകളൊന്നുമില്ല. ഉപജീവനത്തിലുള്ള യാതൊരു ജോലിയും അയാൾക്ക് വശമില്ല. എങ്കിലും സ്ത്രീ കാര്യങ്ങളിൽ അയാൾക്കൊരു പ്രത്യേക താല്പര്യമുണ്ട്. അത് വളരെ കുഴപ്പങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. അതിലൊന്ന് മാത്രം ഞാനിപ്പോൾ പറയാം. ഒരു ദിവസം അയാൾ ബാഗ്ദാദിലെ തെരുവിൽ കൂടി നടന്നു വരവെ വയസ്സായ ഒരു സ്ത്രീയെ കണ്ടു. അവർ ശബ്ദം താഴ്ത്തി പറഞ്ഞു, ഞാനൊരു കാര്യം പറയട്ടെ, അത് സ്വീകരിക്കുകയോ നിരസിക്കുകയോ ചെയ്യാം. എന്താണ് കാര്യം? അയാൾ ചോദിച്ചു. രഹസ്യമാണ്, ആരോടും പറഞ്ഞു നടക്കരുത്. ശരി, പറയൂ. അപ്പോൾ വൃദ്ധ ഇങ്ങനെ മന്ത്രിച്ചു. പുഴവക്കിലൊരു കൊട്ടാരം, ഫലവൃക്ഷങ്ങൾ നിറഞ്ഞ ഉദ്യാനം, പാനപാത്രം നിറയെ വീഞ്ഞ്, രാത്രി കൂട്ടിന് തുടിത്ത കവിളും ഇടങ്ങിയ അരക്കെട്ടുമുള്ള സുന്ദരിമാർ. ഇതെല്ലാം നിങ്ങൾക്ക് സ്വന്തമാക്കാം, ഒരേ ഒരു വ്യവസ്ഥയിൽ. എനിക്ക് മാത്രം എന്താണ് ഒരു പ്രത്യേകത? വേറെ എത്രയോ പുരുഷന്മാർ ഈ നാട്ടിലുള്ളപ്പോൾ എന്നോടിത് പറയാൻ കാരണം എന്താ? അയാൾ ചോദിച്ചു. കൂടുതലൊന്നും ചോദിക്കരുത്, കാര്യം രഹസ്യമാണെന്ന് പറഞ്ഞില്ലേ. എൻ്റെ കൂടെ പോന്നോളൂ. രതിസുഖം ആസന്നമായെന്ന മനപ്പായസം കുടിച്ച് അയാൾ ആ കിഴവിയെ പിന്തുടർന്നു. മനോഹരമായ ഒരു കൊട്ടാരത്തിലാണ് അവരെത്തിച്ചേർന്നത്. കൊട്ടാരത്തിലെ 2ാം നിലയിലേക്ക് അയാളെ കൂട്ടിക്കൊണ്ടുപോയി അവിടെ പാട്ട് പാടിക്കൊണ്ടിരുന്ന 4 സുന്ദരിമാരെ വൃദ്ധ അയാൾക്ക് പരിചയപ്പെടുത്തി. അതിലൊരു യുവതി വീഞ്ഞു നിറച്ച പാത്രം അയാൾക്ക് കുടിക്കാൻ കൊടുത്തു. അത് കുടിക്കാൻ തുടങ്ങിയപ്പോൾ അവൾ അയാളുടെ കഴുത്തിൽ ശക്തിയായി അടിച്ചു. വേദന കൊണ്ട് പുളഞ്ഞ അയാൾ അപ്പം തന്നെ അവിടെ നിന്ന് ഇറങ്ങിപ്പോവാൻ ഭവിച്ചു. അപ്പോൾ വൃദ്ധ പറഞ്ഞു, ഇത് വെറും കുട്ടിക്കളിയല്ല, കുറച്ചുകൂടി ക്ഷമിക്ക്. ഇതിനിടയിൽ പെൺകുട്ടികൾ ഓരോരുത്തരായി അയാളെ നുള്ളാനും അടിക്കാനും മാന്താനും തുടങ്ങി. ഒരുവൾ ചെവി പിടിച്ച് തിരുമ്മി. ഒരുത്തി അയാളുടെ കവിളിൽ നഖം താഴ്ത്തി. അപ്പോഴെല്ലാം കിഴവി അയാളോട് ക്ഷമിക്കാൻ ആംഗ്യം കാണിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ കുറെ കഴിഞ്ഞപ്പോൾ ആദ്യത്തെ പെൺകുട്ടി എഴുന്നേറ്റ് അവളുടെ ഉടയാടകൾ അഴിച്ചുമാറ്റി. അയാളോടും അപ്രകാരം ചെയ്യാൻ പറഞ്ഞു. അയാൾ പൂർണ്ണ നഗ്നനായപ്പോൾ അവൾ അയാളുടെ ശരീരത്തോട് ചേർന്ന് നിന്നു. അയ്യോ, നിങ്ങളുടെ താടി രോമം കൊണ്ട് എൻ്റെ പുറം വേദനിക്കുന്നു, ഷേവ് ചെയ്തിട്ട് വരൂ എന്ന് അവൾ പറഞ്ഞു. പൂർണ്ണ നഗ്നനായി നിന്ന് അയാൾ ചോദിച്ചു, ഇങ്ങനെ ഞാനെങ്ങനെ പുറത്തിറങ്ങി നടക്കും? എന്നെ വേണമെങ്കിൽ മതി എന്നായി അവൾ. അപ്പോഴോ വൃദ്ധ അയാളെ അടുത്ത മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി തല മുണ്ടനം ചെയ്യിച്ചു. മീശയും താടിയും പുരികവും ഷേവ് ചെയ്യിച്ചു. മുഖത്ത് ചുവപ്പും വെളുപ്പും ചായം പൂശി. അയാളുടെ വികൃത രൂപം കണ്ട് പെൺകുട്ടികൾ ആർത്തു ചിരിച്ചു. ഇപ്പോൾ നിങ്ങൾ സുന്ദര കുട്ടപ്പനായെന്ന് ഒരു യുവതി പറഞ്ഞു. മറ്റൊരുവളാകട്ടെ കയ്യിൽ കിട്ടിയതെല്ലാം എടുത്ത് അയാളുടെ നേർക്കെറിഞ്ഞു. തലയിണ മുതൽ വീഞ്ഞു ഭരണി വരെയുള്ള വസ്തുക്കൾ പുറത്തു വന്ന് വീണ് അയാൾ ഒരു പരുവത്തിലായി. ഈ സമയം വൃദ്ധ പറഞ്ഞു, ഇനിയാണ് നിങ്ങളുടെ കഴിവ് കാട്ടേണ്ടത്. ഇവളെ പിടികൂടാമെങ്കിൽ നിങ്ങൾക്ക് ഇവളെ സ്വന്തമാക്കാം. ആദ്യം നഗ്നയായ പെൺകുട്ടി അവിടെ നിന്ന് മറ്റൊരു മുറിയിലേക്ക് ഓടി. അയാൾ നഗ്നനായി തന്നെ അവളെ പിടിക്കാൻ ചെന്നു. ഓടി തളർന്നതല്ലാതെ അവളെ തൊടാൻ പോലും അയാൾക്ക് പറ്റിയില്ല. ഒടുവിൽ അവിടെയുള്ള ഏതോ ഒരു മുറിയിൽ അവൾ മറഞ്ഞു. അൽ ഹദാർ അവൾ മറഞ്ഞ മുറിയെന്ന് കരുതി അങ്ങോട്ട് പാഞ്ഞെങ്കിലും നിലത്ത് പാകിയിരുന്ന പലക ഇളകി താഴെ വീണു. താഴത്തെ നിലയിലുള്ള ചെരുപ്പ് കുത്തിയുടെ പീടികയിലാണ് ചെന്ന് വീണത്. നൂൽബന്ധമില്ലാതെ മാനത്ത് നിന്ന് പൊട്ടി വീണ അയാളെ കണ്ട് കച്ചവടക്കാരൻ പിടിച്ചുകെട്ടി ന്യായാധിപൻ്റെ അടുത്ത് കൊണ്ടുപോയി. ന്യായാധിപൻ അയാൾക്ക് ചമ്മട്ടി കൊണ്ട് 100 അടിയും നാട് കടത്തലും
ശിക്ഷ വിധിച്ചു. അങ്ങനെ നാട് കടത്തിയ അവനെ നഗരത്തിന് പുറത്തു നിന്നും രഹസ്യമായി എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് പാർപ്പിച്ചിരിക്കുകയാണ് ഞാൻ. എൻ്റെ ധൈര്യവും ഔദാര്യവും വെളിപ്പെടുത്തുന്നതിന് മറ്റൊരു സാക്ഷ്യപത്രം ഇനി ആവശ്യമില്ലല്ലോ? ക്ഷുരകൻ ചോദിച്ചു. ഇതാണ് ക്ഷുരകൻ്റെ രണ്ടാമത്തെ സഹോദരൻ്റെ കഥ. ഇനി അയാളുടെ മൂന്നാമത്തെ സഹോദരൻ്റെ കഥ കേൾക്കണ്ടേ? ഇതിലും തികച്ചും വ്യത്യസ്തമായ ഒരു കഥയാണ് അയാളുടെ മൂന്നാമത്തെ സഹോദരനെക്കുറിച്ച് അയാൾക്ക് പറയാനുള്ളത്. അതെന്തെന്ന് കേൾക്കാൻ കാത്തിരുന്നോളൂ, ഞാൻ വരാം. കഥ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.